ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ ടെക്സ്റ്റുകൾ എങ്ങനെ ഒരു ലൈനിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് അലൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, റൊട്ടേഷൻ അടിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ കാണിക്കാം. ഞാൻ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അത് റൊട്ടേഷൻ കൊടുക്കുന്നു. അതിനുശേഷം എവിടെയാണെങ്കിലും പിക്ക് ചെയ്ത് ഇതുപോലെ റൊട്ടേഷൻ കൊടുത്ത് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. അത് അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ കാണാൻ പറ്റും ഈ ലൈനിന് കറക്റ്റായിട്ട് അലൈൻ ആയിട്ടില്ല. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുന്നു. ഇനി ഇതിവിടെ വെക്കുന്നു. ഇവിടെ വെക്കണമെന്നില്ല, എവിടെ ആയാലും മതി. ഇനി അതിനുശേഷം ടോറിയന്റ് എന്ന കമാൻഡ് അടിക്കുന്നു. TOR, ഇവിടെ കാണാൻ പറ്റും TORIENT, അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം ഏത് ലൈനിനാണോ നിങ്ങൾക്ക് അലൈൻ ചെയ്യേണ്ടത് അതിൻ്റെ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അലൈൻ ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് തിരിച്ചാണ് അലൈൻ ചെയ്യേണ്ടത് എങ്കിൽ എന്നെ പറഞ്ഞ പോലെ തന്നെ ടോറിയന്റ് എന്ന കമാൻഡ് കൊടുക്കുന്നു, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് ഇവിടെയും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടെക്സ്റ്റ് റൊട്ടേറ്റ് ആയി ഓൾറെഡി ഇതിന് ഇതേപോലെ അലൈൻ ആയി കഴിഞ്ഞു. നമുക്കൊന്നുകൂടെ നോക്കാം. ടോറിയന്റ്, സെലക്ട് ടെക്സ്റ്റ്, എൻ്റർ, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. അതും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടോറിയന്റ് കമാൻഡ്, അതായത് ടോറിയന്റ് കമാൻഡ് ഉപയോഗിച്ച് ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിന് അലൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.